Hello dear students, welcome back to Computer Applications class. നമ്മൾ 2 chapters finish ചെയ്തു കഴിഞ്ഞു. Today we begin a new chapter, chapter 3, functions. ഇതിനിടയിൽ നിങ്ങളുടെ പരീക്ഷാഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാവും. പരീക്ഷയെ വേണ്ടത്ര ഗൗരവത്തോടെ കാണാത്തതിനാൽ ചിലർക്കെങ്കിലും നിരാശയുണ്ടായി കാണും. നിങ്ങൾക്ക് മേടിക്കാമായിരുന്ന മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലർക്കെങ്കിലും. പക്ഷേ ഈ പരീക്ഷയെ സർക്കാർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഏത് എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവാലുവേഷൻ പ്രോസസ്സ്, വിലയിരുത്തൽ പ്രക്രിയ. ഈ ഇവാലുവേഷനിൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഇവാലുവേഷൻ പ്രോസസ്സിന് 3 കമ്പോണൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, പ്രാക്ടിക്കൽ ഇവാലുവേഷൻ, തിയറി പരീക്ഷ ഉൾപ്പെടുന്ന ടേം ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഒരു പഠന പ്രവർത്തനമാണ് യൂണിറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ്. ആ വാക്ക് ചിലപ്പോൾ പരിചയം കാണില്ല. നിങ്ങൾക്ക് പരിചയം ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, ടെസ്റ്റ് പേപ്പർ എന്ന നിലയിലായിരിക്കാം. അതുതന്നെയാണ് ഞാൻ ഈ പറഞ്ഞ യൂണിറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ്. ഒരു കൊച്ചു പരീക്ഷയാണല്ലേ അത്. ആരായി പരീക്ഷ നടത്തുന്നത്? നിങ്ങളുടെ ടീച്ചർ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ് നടത്തുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട പരീക്ഷ നടത്തുന്നത് നിങ്ങളുടെ ടീച്ചർ. ചോദ്യം ഉണ്ടാക്കുന്നത് ടീച്ചർ. ഒരുപക്ഷെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ടായേക്കാം. ഈ ചോദ്യം നിർമ്മിക്കുന്നത് ടീച്ചറാണ്. ഉത്തര പേപ്പറും ചോദ്യം പേപ്പറിൻ്റെ കോപ്പിയും ക്ലാസ്സുകളിൽ വിതരണം ചെയ്യുന്നത് ഇതേ ടീച്ചർ തന്നെയാണ്. നിങ്ങൾ ചിട്ടയായിട്ടാണ് പരീക്ഷ എഴുതുന്നത് എന്ന് ഉറപ്പാക്കുന്നത്, ഇൻവിജിലേഷൻ ഡ്യൂട്ടിയിലൂടെ ആ പ്രക്രിയ, ആ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് ആരാ? ഇതേ ടീച്ചർ തന്നെയാണ്. പേപ്പർ കളക്ട് ചെയ്യുന്ന ആരാ? ഇതേ ടീച്ചർ തന്നെയാണ്. മൂല്യനിർണ്ണയം നടത്തുന്നത് ആരാ? ഇതേ ടീച്ചർ തന്നെയാണ്. സോ ഒരു പരീക്ഷാ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരൊറ്റ വ്യക്തി, ഒരു ടീച്ചർ, നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അദ്ദേഹമായിരിക്കും ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. സാധിക്കും, കാരണം നിങ്ങളൊരു 50-60 പിള്ളേരുടെ പേപ്പറല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് സാധിക്കും. എന്നാൽ ടേം ആൻഡ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷ, ഇതേ പ്രക്രിയ തന്നെയാണ് പരീക്ഷ, പക്ഷെ കുറച്ചുകൂടി ഗൗരവ സ്വഭാവം വരുന്നു. അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം ലക്ഷങ്ങളാകുന്നു. തുടർ പഠനത്തിനുള്ള യോഗ്യതാ മാർക്കിനെ നിശ്ചയിക്കുന്ന സൂചകമാണ് ആ പരീക്ഷാഫലം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായാണ് കാണുന്നത്. അത് ഒരാളോ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സോ ഒഫീഷ്യൽസോ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നേരത്തെ നടന്ന ചെറിയ ക്ലാസ് തല പരീക്ഷയിൽ നടന്ന അതേ പ്രവർത്തനങ്ങൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടിയപ്പോൾ ആ എൻറ്റയർ ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സബ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്യുന്നു. അതായത് ചോദ്യപേപ്പർ നിർമ്മാണം അതൊരു ഗ്രൂപ്പിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം അധ്യാപകരെയോ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെയോ ഏൽപ്പിക്കുന്നു. അവരുടെ പണി എന്താ? ചോദ്യപേപ്പർ നിർമ്മാണം. അവരുടെ പ്രവർത്തനം നടത്താൻ അവർക്കൊരു ഇൻപുട്ടുണ്ട്. എന്തായിരിക്കും? സിലബസ്, ചോദ്യപേപ്പർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ പ്രവർത്തനം നടത്താനുള്ള ഇൻപുട്ട്. അവരുടെ പ്രവർത്തനം കഴിയുമ്പോൾ അതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവും. എന്തുവാ? ചോദ്യപേപ്പർ. ആ ചോദ്യപേപ്പറാണ് ആ ടീമിൽ നിന്നും നമുക്ക് തിരികെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ പരീക്ഷ നടത്തുന്ന ചുമതലയുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലെ എക്സാം വിങ്, അതുമല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒഫീഷ്യൽസിന് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഈ ചോദ്യപേപ്പർ. ഈ ചോദ്യപേപ്പർ അടുത്ത ടീമിന് ഇൻപുട്ടായിട്ട് നൽകുകയാണ്. അതാരാ? ഇൻവിജിലേഷൻ ടീം. നമ്മുടെ സ്കൂളുകളിലെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ
ഉള്ള ഒരു ഇൻവിജിലേഷൻ ടീം അവർക്ക് ഈ ചോദ്യപേപ്പറുകൾ കൈമാറുന്നു. അതോടൊപ്പം ബ്ലാങ്ക് ആൻസർ ഷീറ്റുകളും കൈമാറുന്നു. ഇതുമായിട്ട് അവരുടെ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ മറ്റൊരു ടാസ്ക്കാണ് ഇൻവിജിലേഷൻ ഡ്യൂട്ടി, മറ്റൊരു ടാസ്ക്. അതിനുവേണ്ടി ഒരു ടീം ഓഫ് ടീച്ചേഴ്സ്, അവർക്ക് കിട്ടുന്ന ഇൻപുട്ടാണ് ചോദ്യപേപ്പറുകളും ബ്ലാങ്ക് ആൻസർ ഷീറ്റുകളും. ഇതുമായിട്ട് അവർ ക്ലാസ്സിലേക്ക് പോകുന്നു, പരീക്ഷ നടത്തുന്നു. അവിടുത്തെ പ്രവർത്തനം കഴിയുമ്പോൾ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട്, ഒരു ടാസ്ക് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ഏതാ? ആൻസർ സ്ക്രിപ്റ്റ്സ്. നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളടങ്ങുന്ന ഫില്ല് ചെയ്തിരിക്കുന്ന ആൻസർ ഷീറ്റ്, ആൻസർ സ്ക്രിപ്റ്റ്സ്. ആ സ്ക്രിപ്റ്റാണ് ഈ ടീമിൻ്റെ പ്രോഡക്റ്റ് അവിടെ നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. റൈറ്റ്? ഈ പേപ്പർ അടുത്ത ടീമിന് കൈമാറുന്നു. മറ്റൊരു ടാസ്ക് വേറൊരു ടീമിനെ അസൈൻ ചെയ്തിരിക്കുകയാണ്. എന്തുവാ ടാസ്ക്? വാല്യുവേഷൻ, മൂല്യനിർണ്ണയ പ്രക്രിയ. അതിന് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്, മറ്റൊരു ടീമിനെ ആ ഒരു ടാസ്ക് അസൈൻ ചെയ്തിരിക്കുന്നു. അവരിലേക്ക് പോകുന്ന ഇൻപുട്ടാണ് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ്സും വാല്യുവേഷൻ സ്കീമും. ആൻസർ സ്കീം, സ്കോറിംഗ് സ്കീം എന്നൊക്കെ പറയാം. അത് രണ്ടും വെച്ചിട്ട് അവരുടെ പ്രവർത്തനം കഴിയുന്നു. അവിടെ നിന്നൊരു പ്രോഡക്റ്റ് വരും. എന്തുവാ? മാർക്ക് ലിസ്റ്റ്. ഈ വിഷയത്തിന് കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ മാർക്കുകൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ്. ആ മാർക്ക് ലിസ്റ്റ് അവിടെ നിന്ന് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. ഈ തരം മാർക്ക് ലിസ്റ്റുകൾ കളക്ട് ചെയ്ത് അടുത്ത ടീമിന് കൈമാറുന്നു. അതാരാ? ടാബുലേഷൻ. ഇതിനെ കമ്പ്യൂട്ടറിനകത്തോട്ട് എൻ്റർ ചെയ്യണ്ടേ? ടാബുലേഷൻ ടീമിന് കൈമാറുന്നു. അവിടുന്ന് അവരുടെ ചില പ്രവർത്തനങ്ങളുണ്ട്. ഈ ഇൻപുട്ട് വെച്ചിട്ട് അവർ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൻ്റെ അന്തിമ ഫലമാണ് നിങ്ങൾ കണ്ട പരീക്ഷാഫലം. നോക്കൂ, ടാസ്ക് കോംപ്ലക്സിറ്റി കൂടിയപ്പോൾ അതിനെ സബ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ടാസ്കിനും പ്രത്യേകം ആൾക്കാരെ ചുമതലപ്പെടുത്തുന്നു. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. ഏത് പ്രവർത്തനം എപ്പോൾ തുടങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, ആ പ്രവർത്തനത്തെ ഇൻവോക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാം. അതിനുവേണ്ടി ഒരാൾ വേണം. ഇതിൻ്റെ ഒരു ജനറൽ ക്യാപ്റ്റൻ എന്നൊക്കെ പറയാവുന്നത് അതായിരിക്കും എക്സാം സെക്ഷൻ, ഡയറക്ടറേറ്റിൻ്റെ എക്സാം സെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽസ്. ഒരു ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി കൂടുമ്പം എങ്ങനെയാണ് സബ് ടാസ്ക് ആയിട്ട് മാറുക, അതെങ്ങനെയാണ് ആ ടാസ്കുകൾ പെർഫോം ചെയ്തുകൊണ്ട് എൻ്റയർ ടാസ്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണും, നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന കലോത്സവങ്ങൾ അത് ഒരാളാണോ ചെയ്യുന്നത്? ഇപ്പോൾ ആർട്സ് ക്ലബിൻ്റെ ചുമതലയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടാവും. അവരാണോ ഈ എൻ്റയർ പ്രോസസ്സും ചെയ്യുന്നത്? ഒരുപാട് കമ്മിറ്റികൾ ഫോം ചെയ്യും. റിസപ്ഷൻ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കമ്മിറ്റി. ഇങ്ങനെ വിവിധ കമ്മിറ്റികളുടെ സഹായത്തോടു കൂടിയാണ് ഈ കലോത്സവം എന്ന ഒരു വലിയൊരു പ്രോസസ്സ് നടത്തുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്തുള്ള ഒരു ചില കോൺടെസ്റ്റൊക്കെ ആണെങ്കിൽ അവിടുത്തെ അധ്യാപകൻ വിചാരിച്ചാൽ മതി, അത് നടക്കും. പക്ഷേ കോംപ്ലക്സിറ്റി കൂടുമ്പോഴത്തേനും വിവിധങ്ങളായ കമ്മിറ്റികളുണ്ട്. ഓരോ കമ്മിറ്റിക്കും അതിൻ്റേതായ ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ എൻ്റയർ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ പറയും ജനറൽ കൺവീനർ അല്ലെങ്കിൽ ജനറൽ കോർഡിനേറ്റർ എന്നൊക്കെ ആയിരിക്കും അവരെ പറയുക. ഇത് നിത്യജീവിതത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ശൈലിയാണ്. സബ് ഡിവിഷൻസിലൂടെ ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്ത്, കോംപ്ലിക്കേറ്റഡ് ടാസ്ക്സിനെ സിംപ്ലിഫൈഡ് ടാസ്ക്സ് ആക്കി മാറ്റി അതിനെ ഓരോന്നിനെയും അക്കംപ്ലിഷ് ചെയ്ത് മെയിൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ശൈലി. പ്രോഗ്രാമിങ്ങിലും ഇതേ ശൈലി നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ഒരു സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒത്തിരി വലിയൊരു ടാസ്ക് ആണല്ലേ. സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യണം. അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ അവരുടെ ഫീ പേയ്മെൻറ്റ്, അവരുടെ സ്കോളർഷിപ്സ്, അറ്റൻഡൻസ് തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം ഓരോ ഇവാലുവേഷൻ നടക്കുമ്പോഴുള്ള റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഹാൻഡിൽ ചെയ്യാനുണ്ട്, പ്രോസസ്സ് ചെയ്യാനുണ്ട്. ഇനി അവിടുത്തെ സ്റ്റാഫ്, അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന സ്റ്റാഫ്, അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ലീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഇനി ആ സ്കൂളിലെ ഇൻവെൻട്രി, അവിടുത്തെ സ്റ്റോക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി സങ്കീർണമായ പ്രക്രിയകളാണ് ഒരു സ്കൂളിൽ നടക്കുന്നത്. ഇതിനെല്ലാമാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഒരൊറ്റ പ്രോഗ്രാമിലൂടെയൊന്നും ഇത് സാധിക്കത്തില്ല. ഈ പറഞ്ഞ ഓരോ ഏരിയയെയും പ്രത്യേകം മോഡ്യൂളുകളായി കാണുന്നു. അഡ്മിനിസ്ട്രേഷൻ ഒരു മോഡ്യൂള്, അഡ്മിഷൻ വേറൊരു മോഡ്യൂള്, അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ ക്ലാസ്സിലെ അല്ലെങ്കിൽ സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഡേറ്റ റെക്കോർഡിങ്ങും അതിൻ്റെ അനാലിസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഏരിയ, സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരു മോഡ്യൂള്, പിന്നെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു മോഡ്യൂള്. ഇങ്ങനെ നിരവധി മോഡ്യൂളുകൾ ചേർന്ന് കഴിയുമ്പോൾ
സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജായിട്ട് മാറി. അപ്പോൾ ഒരു പ്രോബ്ലം അതിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് സബ് മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ മോഡ്യൂളിനും പ്രത്യേകം പ്രോഗ്രാംസ് എഴുതി ഇതിനെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശൈലിക്ക് പറയുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. മോഡുലാർ പ്രോഗ്രാമിംഗ് അപ്രോച്ച്. ക്ലിയർ ആണോ? ഇതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യം. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഒന്ന്, നമ്മൾ കണ്ടു കഴിഞ്ഞു, കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ആ ടാസ്കിനകത്തുള്ള കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. മറ്റൊന്ന്, റീയൂസബിലിറ്റി. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡ്യൂളിനെ അതേ ടാസ്ക് മറ്റേതെങ്കിലും പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ സെറ്റർ ടീമിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പരീക്ഷ വരുന്നു, ഇവരെ തന്നെ ഏൽപ്പിക്കാം. അവരുടെ പണി എന്തുവാ? അവർക്ക് ആ പരീക്ഷ നടത്താൻ ആവശ്യമായ സിലബസ് ഉണ്ട്, അതുപോലെ പരീക്ഷ ചോദ്യ പേപ്പർ തയ്യാറാക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. എപ്പോഴവരോട് പറഞ്ഞാലും അവരപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കി തരും. ടാബുലേഷൻ, അവർക്കും ഒരു പണിയുണ്ട്. മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ മാർക്സ് കമ്പ്യൂട്ടറിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് നടത്തേണ്ടത്, എങ്ങനെയാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം. ഏത് പരീക്ഷയുടെയും ടാബുലേഷൻ വർക്കിന് നമുക്ക് അവരെ ഉപയോഗിക്കാം. റീയൂസബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ്. ഈ ഒറ്റ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ പോലും ഫേസ് ചെയ്യുന്നതാണ് എറർ അല്ലേ? ഈ എറർ കറക്ഷൻ വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച സംഭവമാണ്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് എറർ ഒക്കർ ചെയ്യുന്നതും അങ്ങനെ എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഡീബഗ് ചെയ്യാൻ, ആ ഡീബഗിങ് പ്രോസസ്സ് എളുപ്പമാക്കുന്നതിനും ഈ മോഡുലറൈസേഷൻ കൊണ്ട് സാധിക്കും. എവിടെയാണോ പ്രശ്നം നമ്മൾ ആ മോഡ്യൂളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ മോഡ്യൂള് എൻ്റയർ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ അപ്പോൾ ആ പ്രോഗ്രാം മുഴുവനെ എടുത്തു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ എററുണ്ട്. പക്ഷെ ആ എററെല്ലാം കറക്റ്റ് ചെയ്യാൻ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്താൽ മതി? ഏത് മോഡ്യൂളിലാണോ ആ പ്രശ്നമുള്ളത് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ അത് എൻ്റയർ പ്രോബ്ലത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. മറ്റൊന്ന് നമുക്ക് പറയാം, പ്രോഗ്രാം സൈസ് കുറയ്ക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് പ്രോഗ്രാം സൈസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത്. ചില ഡീമെറിറ്റ്സും ഉണ്ട്. പ്രധാനമായിട്ടും ഈ കംപ്ലീറ്റ് ടാസ്ക്, ആ എൻ്റയർ ടാസ്കിനെ എങ്ങനെയാണ് സബ്ഡിവൈഡ് ചെയ്യേണ്ടത്? ഡിപ്പെൻഡൻസി പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 2 മോഡ്യൂൾ ഉണ്ടാക്കി. ഒരു മോഡ്യൂളിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ മറ്റേ ആളുടെ സഹായം വേണം, മറ്റേ മോഡ്യൂളിൻ്റെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഇയാളുടെ സഹായം വേണം. അങ്ങനെ പറ്റത്തില്ല. ഓരോ മോഡ്യൂളിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. ഒരു മോഡ്യൂളിൻ്റെ പ്രവർത്തനത്തിന് ശേഷം മറ്റൊരു മോഡ്യൂളിൻ്റെ പ്രവർത്തനം നടക്കണം. അപ്പോൾ ഈ ഒരു ഡിവിഷൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സബ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. അത് നമ്മുടെ തലയെ ആശ്രയിച്ചിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. പക്ഷേ അഡ്വാൻറ്റേജസ് വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിന് ഒരുപാട് പ്രസക്തിയുള്ളതും ഇന്നുള്ള മിക്കവാറും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു കോഫി കഴിച്ചാലോ? കഴിച്ചു പോകാൻ പറ്റട്ടെ, പോകല്ലേ? കോഫി നമുക്കുണ്ടാക്കാന്നേ. നിങ്ങളിപ്പോൾ കിച്ചണിലൊന്നും പോകേണ്ട കാര്യമില്ല, അമ്മയും വിളിക്കണ്ട. കോഫി നമുക്കുണ്ടാക്കാം. നോക്കാവോ? ഒരു കോഫി മേക്കിംഗ് മെഷീൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, വളരെ ഈസി ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്ക് ഈ മെഷീനിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ട്, ഈ മെഷീൻ നമ്മൾ മേടിക്കുമ്പോൾ കോഫി ഉണ്ടാകേണ്ടതെങ്ങനെ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതെങ്ങനെ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആ മെഷീനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മെഷീനിൽ എന്ന് കരുതി മെഷീൻ പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് കൊടുത്താൽ കോഫി കിട്ടുമോ? ഇല്ലല്ലോ. ഈ മെഷീനിന് പ്രവർത്തിക്കാൻ അറിയാം, പക്ഷെ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ അതിനകത്തേക്ക് ചില റോ മെറ്റീരിയൽസ് ചെല്ലേണ്ടതുണ്ട്. എന്തൊക്കെയായിരിക്കും പറഞ്ഞേ? അതെ, കോഫി ഉണ്ടാക്കാൻ അറിയോ? നോക്കാം, കുടിക്കാൻ അറിയുള്ളൂ അല്ലേ? മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, വാട്ടർ വേണമല്ലോ. പിന്നെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ കൂട്ടാൻ വേണ്ടി എക്സ്ട്രാ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുള്ളൂ. മിനിമം ഇത്രയും സാധനങ്ങൾ വേണേ ഒരു പാൽ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം. അതിനെ സൂക്ഷിക്കാൻ പ്രത്യേകം കമ്പാർട്ട്മെൻറ്റൊക്കെ ഇതിനകത്തുണ്ടാവും അല്ലേ? അത് അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനാവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളൊന്ന് ഇൻവോക്ക് ചെയ്യണം. വെറുതെ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ഉടൻ കോഫി ഉണ്ടായിക്കൊണ്ടേയിരിക്കുമോ? അതിൻ്റെ പ്രവർത്തനത്തെ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇൻവോക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ്? ഒരു സ്വിച്ച് കാണും. ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഓക്കെ, കോഫി മേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് കോഫി കിട്ടും. നല്ല ചൂട് കോഫി നമുക്ക് കഴിക്കാം.
സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, നിങ്ങൾ ഫിഗറിലൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ കോഫി മേക്കിംഗ് മെഷീൻ അത് ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ അതിലേക്ക് ഇൻപുട്ട് ആവശ്യമുണ്ട്. ഞാൻ പരീക്ഷയുടെ കാര്യം പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന് അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ഇൻപുട്ട് ആവശ്യമുണ്ട്. എന്തായിരുന്നു? സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ആവശ്യമായി കരിക്കുലം അംഗീകരിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണമല്ലോ. ബാക്കിയെല്ലാം അവരുടെ പ്രവർത്തനമാണ് എന്ന് പറയും പോലെ ഇവിടെ ഈ കോഫി മേക്കിംഗ് മെഷീനിന് പ്രവർത്തിക്കണമെങ്കിൽ ഇൻപുട്ട് ആവശ്യമുണ്ട്. എന്തായിരുന്നു ഇൻപുട്ട്? നമ്മൾ കണ്ടല്ലോ. വാട്ടർ, മിൽക്ക്, ഷുഗർ, പിന്നെന്തുവാ, കോഫി പൗഡർ. ഇത്രയുമാണ് അവിടുത്തെ ഇൻപുട്ട്. ഈ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് പ്രോസസ്, പ്രവർത്തനം ആരംഭിക്കുകയാണ് അല്ലേ? കോഫി മേക്കിംഗ് മെഷീൻ്റെ ഫങ്ഷൻ, ആ വാക്ക് ഓർക്കുക. കോഫി മേക്കിംഗ് മെഷീൻ്റെ ഫങ്ഷൻ, പ്രവർത്തനം, അത് ആരംഭിക്കുന്നു. ആ പ്രവർത്തനം അല്പനേരം കഴിയുമ്പോഴത്തേനും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ കോഫി മേക്കിംഗ് എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്ന ഫങ്ഷൻ. ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു ഫങ്ഷനിൽ നിന്നും ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്? കോഫി, നല്ല രുചിയൂറുന്ന ചൂട് കോഫി, അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഫങ്ഷന് ഇൻപുട്ട് ഉണ്ടാകും. ആ ഫങ്ഷനിൽ ചില ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ നടക്കും. അത് കഴിയുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. ചില വാക്കുകൾ ഉപയോഗിച്ച് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പോവുകയാണ്. ഫങ്ഷന്റെ കോണ്ടെക്സ്റ്റിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ഡേറ്റ, ഇവിടെ റോ മെറ്റീരിയൽസ്, അതിനെ നമ്മൾ ഇൻപുട്ട് എന്നല്ല പറയുന്നത്, അതിന് പറയുന്ന പേര് പാരാമീറ്റേഴ്സ് എന്ന് പറയും. ആ പ്രവർത്തനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫങ്ഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അസൈൻ ചെയ്യുന്ന ടാസ്ക്, ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനത്തെ ഫങ്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ഈ ഫങ്ഷൻ നടക്കാൻ ആവശ്യമുള്ള ഇൻപുട്ടിനെ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഒരു ഫങ്ഷനിൽ അസൈൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനം നടക്കാൻ കൊടുക്കുന്ന ഇൻപുട്ടിനെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. റൈറ്റ്? പിന്നെന്താ പറഞ്ഞേ? ഇനിയുള്ളത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് നമ്മൾ പറയുന്ന പേര്, ഈ ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് നൽകുന്ന റിസൾട്ടാണ്, ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് അതിനെ റിട്ടേൺ വാല്യൂ എന്നാണ് പറയുക. റിട്ടേൺ ഫങ്ഷൻ റിട്ടേൺസ് റിസൾട്ട്, റിട്ടേൺ വാല്യൂ എന്ന് പറയും. അപ്പോൾ 3 വാക്കുകൾ പുതുതായിട്ട് കൊണ്ടുവന്നു. ഒരു ടാസ്ക്, അത് അക്കംപ്ലിഷ് ചെയ്യാൻ ആവശ്യമുള്ള പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്, ഒരു ടെർമിനോളജിയാണ് ഫങ്ഷൻ. ആ ഫങ്ഷനിൽ അസൈൻ ചെയ്തിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായ ഡേറ്റ, ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റ, അതിന് പറയുന്ന പേര് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. ഫങ്ഷനിൽ അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രവർത്തനം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് നോൺ ആസ് റിട്ടേൺ വാല്യൂ. 3 വാക്കുകൾ ഓർമ്മയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഫങ്ഷന്റെ യൂസേജ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ ഈ പ്രവർത്തനങ്ങളെ, ഏത് പ്രവർത്തനം? കോഫി ഉണ്ടാക്കാനുള്ള ആ ഫങ്ഷനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനാവശ്യമായ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ആ പ്രവർത്തനം, അങ്ങനെ പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഫങ്ഷൻ പ്രവർത്തിക്കും. പ്രവർത്തനം കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ വാല്യൂ കിട്ടും. ആ കിട്ടുന്നതിനെ സൂക്ഷിക്കണം എവിടെയെങ്കിലും. ഈ കോഫി, അയാളുടെ പ്രവർത്തനം കഴിയുമ്പോൾ കോഫി ആ നോസിലൂടെ പുറത്തു വരും. മുൻകരുതൽ എടുത്തില്ലെങ്കിൽ കോഫി പോയി. നമ്മൾ എന്ത് ചെയ്യണം? ആ റിട്ടേൺ വാല്യൂവിനെ സൂക്ഷിക്കാൻ അടിയിൽ കപ്പ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെടും. അയാളുടെ പ്രവർത്തനം കഴിയും. നമ്മൾ ഇൻപുട്ട് കൊടുത്തു, പാരാമീറ്റേഴ്സ് കൊടുത്തു, ആ ഫംഗ്ഷന്റെ പ്രവർത്തനം ആക്ടിവേറ്റ് ചെയ്തു, അയാൾ പ്രവർത്തിക്കും, ഔട്ട്പുട്ട് തരും. ആ ഔട്ട്പുട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ തന്നെ കൊടുക്കണം. അടിയിൽ അതിനാവശ്യമുള്ള ഒരു പാത്രം, ഒരു കപ്പ് പ്ലേസ് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾ പ്രവർത്തിച്ചു, പക്ഷേ ആ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ എഴുതുന്നത്, റിസീവ് ചെയ്യുന്നത് കപ്പ്, എന്തുവാ വരുന്നത് അതിനകത്തേക്ക്? കോഫി. എന്ത് ചെയ്യുമ്പോഴാണ് വരുന്നത്? മേക്ക് കോഫി എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ, അങ്ങനെ യൂസ് ചെയ്യാൻ അതിനോടൊപ്പം വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇത് 4 പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് കോഫി. ഞാൻ ഇത് എഴുതി കാണിക്കാം. ഇതാ കാണുന്നല്ലോ. മേക്ക് കോഫി
ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ്. ഇതിനെ പറയും ഫംഗ്ഷനെ കോൾ ചെയ്യുക. ആ ഫംഗ്ഷന്റെ പ്രവർത്തനത്തിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. മേക്ക് കോഫി. ഓക്കെ, കണ്ടില്ലേ? ആ പ്രവർത്തനം കഴിയുമ്പോൾ ഇറ്റ് റിട്ടേൺസ് എ വാല്യൂ. ഹിയർ ഇറ്റ് ഈസ് കോഫി. അതിനെ റിസീവ് ചെയ്യാൻ ഐ ആം പ്ലേസിംഗ് എ കപ്പ്. കപ്പ് ഈക്വൽസ് മേക്ക് കോഫി വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഒരു എക്സ്പ്രഷൻ ആയില്ലേ? ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ ആയില്ലേ? C++ൽ ഉള്ള ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിയില്ലേ ഇത്? വേരിയബിൾ കപ്പ് ഹോൾഡ് ചെയ്യാനുള്ളത് ഈക്വൽസ് റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ നെയിം മേക്ക് കോഫി എന്ന ഫംഗ്ഷൻ നെയിം, അതിനോടൊപ്പം പാരന്തസിസിൽ ആ ഫംഗ്ഷൻ പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ആർഗ്യുമെന്റ്സ്, 4 ആർഗ്യുമെന്റ്സ് കൊടുത്തു. നമുക്ക് ഈ എക്സ്പ്രഷനിൽ നമ്മൾ പറഞ്ഞ 3 കമ്പോണൻസും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. കണ്ടില്ലേ? മേക്ക് കോഫി എന്ന് പറയുന്നത് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ നെയിമാണ്. വാട്ടർ, മിൽക്ക്, ഷുഗർ എന്നൊക്കെ പറയുന്നത് ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ്. കോഫി റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിച്ച കപ്പ്, അതാണ് റിട്ടേൺ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാനുള്ള വേരിയബിൾ. റിട്ടേൺ ചെയ്യുന്നത് കോഫിയാണ്, അതിനെ ഹോൾഡ് ചെയ്യാൻ കപ്പ് ഉപയോഗിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ബോക്സ്. ആ ബോക്സിന് ഞാനൊരു പേര് കൊടുത്തു, ആഡ്. ആ ബോക്സിൻ്റെ പ്രത്യേകത, അതിനകത്തേക്ക് നമ്പേഴ്സ് വീണാൽ ആ ബോക്സിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിലൂടെ അതെല്ലാം കൂടി ആഡഡ് ആവും. അതിനകത്തേക്ക് വീഴുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു ദ സം ഓഫ് ദോസ് നമ്പേഴ്സ്. ഞാൻ വിഷ്വൽ ഇത് കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. കണ്ടില്ലേ? ഞാനിവിടെ 3 നമ്പേഴ്സ് കാണിക്കുന്നു, 5, 3, 6. ഞാൻ അത് ആ ബോക്സിനകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കണ്ടോ, പുറത്തേക്ക് വരുന്ന സംഭവം കണ്ടോ? 14 എന്നൊരു നമ്പർ പുറത്തേക്ക് വന്നു. അതിനെ റിസീവ് ചെയ്യാൻ ഞാൻ മറ്റൊരു വേരിയബിൾ പ്ലേസ് ചെയ്തു, എസ്. ഈ വിഷ്വലിനെ ഒന്ന് മാത്തമാറ്റിക്കലി എഴുതി നോക്കാവോ? ട്രൈ ചെയ്തേ. കിട്ടിയോ? ഇങ്ങനെയാണോ നോക്കൂ. എസ് ഈക്വൽസ് ആഡ് within the pair of parentheses 5, 3, 6. So here add is the function name. ശരിയല്ലേ? add is the function name. 5, 3, 6 are the arguments or parameters. ശരിയല്ലേ? It returns sum. This function after execution, ആ ഫംഗ്ഷനിൽ അസൈൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനം നടന്നു കഴിയുമ്പോൾ it returns the sum and it is assigned to a variable yes. ക്ലിയർ ആണോ? ആ ഫിഗറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫംഗ്ഷൻ നെയിം ആഡ് ആണ്. ആർഗ്യുമെന്റ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 ആർഗ്യുമെന്റ്സ്. 3 നമ്പേഴ്സ് ആണ് അവിടുത്തെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. റിട്ടേൺ വന്നതോ? ഒറ്റ നമ്പർ. റിട്ടേൺ ഒരു നമ്പറേ വന്നുള്ളൂ. കോഫി മെഷീനിൽ അകത്തേക്ക് പോയത് 4 ഐറ്റംസ് ആണ് പോയത്, പുറത്ത് വന്നത് 1 ഐറ്റം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന് അങ്ങോട്ടേക്ക് പോയത് 2 ഐറ്റംസ്, സിലബസ് പിന്നെ ഗൈഡ് ലൈൻസ്. തിരിച്ചു വന്നതോ? ഒറ്റ സാധനം, ക്വസ്റ്റ്യൻ പേപ്പർ. ഓർക്കണം. അപ്പോൾ റിട്ടേൺ വരുന്നത് ഒന്നേ ഉള്ളൂ. ചില കേസിൽ റിട്ടേൺ ഒന്നും വരത്തില്ല, ചില പ്രവർത്തനം നടത്തും. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, ജനറലി ഒരു ഫംഗ്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ അങ്ങോട്ട് വല്ലതും കൊടുക്കണം, പ്രവർത്തനം കഴിയുമ്പോൾ തിരിച്ചു വല്ലതും കിട്ടും. അതാണ് ഒരു യൂഷ്വൽ കോൺസെപ്റ്റ്. ഓക്കെ, മറ്റൊരു സിറ്റുവേഷൻ, വീണ്ടും ഒരു ബോക്സ് ആണ് തരുന്നത്, അനദർ മാജിക് ബോക്സ്. അതിൻ്റെ പേര് ഞാൻ അതിനകത്ത് ഒതുക്കി നിർത്തിയിരിക്കുന്നത് റിവേഴ്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആ ബോക്സിൻ്റെ പേര് റിവേഴ്സ്. ഈ ബോക്സിനകത്തേക്ക് ഡേറ്റ കൊടുക്കുന്നു. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇവിടെ കൊടുക്കുന്ന ഡേറ്റ 125 എന്ന് കൊടുത്തു. 125 ആ ഡേറ്റ ആ ഫംഗ്ഷനിലേക്ക് കൊടുത്തപ്പോൾ റിവേഴ്സ് എന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റായി 125 എന്ന ഡേറ്റ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടുന്നത് നോക്കൂ, 521. അതിനെ ഞാനൊരു വേരിയബിൾ എടുക്കുന്നു, R എന്ന വേരിയബിളിൽ. റിവേഴ്സ് എന്ന ഫംഗ്ഷനിലേക്ക് 125 എന്ന ഡേറ്റ കൊടുത്തപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടിയത് 521. ആ 125ലുള്ള ഡിജിറ്റ്സിനെ എടുത്ത് തിരിച്ചിട്ടു. 125നെ തിരിച്ചിട്ടപ്പോൾ 521. ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാം എത്ര എളുപ്പമായിരുന്നു. ഏത് പ്രോഗ്രാം? ഇൻപുട്ട് എ നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. വെറും 3 സ്റ്റെപ്പിൽ ആ പ്രോഗ്രാം തീർന്നേനെ. എന്തുമായിരുന്നു? ഇൻപുട്ട് എ നമ്പർ, ഓക്കെ, നമ്പർ കൊടുത്തു. ഇഫ് റിവേഴ്സ്
ഇഫ് റിവേഴ്സ് 125 ഈക്വൽ ടു ദ ഒറിജിനൽ നമ്പർ, റിവേഴ്സ് എന്ന ഫംഗ്ഷനെ വിളിക്കുന്നു. ആ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടിയ നമ്പറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ഈ ഫംഗ്ഷൻ തിരിച്ചു തരുന്ന വാല്യൂവും റിവേഴ്സ് എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവും നമ്മൾ ഒറിജിനലി ഇൻപുട്ട് ചെയ്ത വാല്യൂവും സെയിം ആണെങ്കിൽ ഉടനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു ഇറ്റ് ഈസ് പാലിൻഡ്രോം, എൽസ് നോട്ട് പാലിൻഡ്രോം. ഒരൊറ്റ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഗ്രാം കഴിഞ്ഞു. റിവേഴ്സ് എന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫുൾ പ്രോഗ്രാം എഴുതേണ്ടി വന്നത്. പക്ഷേ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. റിവേഴ്സ് എന്ന പേരിൽ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കും. കണ്ടല്ലോ? അപ്പോൾ ഇതിനെയും നമുക്ക് മാത്തമാറ്റിക്കലി എഴുതാം. ആർ ഈക്വൽസ് റിവേഴ്സ് വിത്തിൻ ദ പെയർ ഓഫ് പാരന്തസിസ് 125. ഇവിടെയുണ്ട് ഫംഗ്ഷൻ നെയിം റിവേഴ്സ് ആണ്, ആർഗ്യുമെന്റ് 125 ആണ്, റിട്ടേൺ പോകുന്നത് റിവേഴ്സ് വാല്യൂ 521 എന്ന വാല്യൂ ആണ്. അപ്പോൾ ഇതിനെയും മാത്തമാറ്റിക്കലി എഴുതാൻ കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് വാട്ട് ഈസ് എ ഫംഗ്ഷൻ, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഇതുവരെ പറഞ്ഞ ആശയങ്ങളിൽ നിന്നുകൊണ്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയാവോ? കമോൺ പറയാം. ഫംഗ്ഷൻ is a named unit of program to perform a particular task. Function is a named unit of a program. Function is a set of statements to perform a specific task as part of the whole solution. ഇങ്ങനെ വിശദീകരിച്ചൊക്കെ പറയാം. ക്ലിയർ ആണോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഫംഗ്ഷൻ is the named unit of a program, or function is a set of statements to perform a particular task as part of the solution. ആ പ്രോബ്ലത്തിൻ്റെ എൻ്റയർ സൊല്യൂഷൻ്റെ ഭാഗമായി അസൈൻ ചെയ്യപ്പെട്ട ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വാക്കാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം. ക്ലിയർ? നിങ്ങൾക്കൊരു ചെറിയ വർക്ക് തരികയാണ്, കുഞ്ഞു കാര്യം. ഇതാ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ഐഡൻറ്റിഫൈ ദി ഫംഗ്ഷൻസ് യൂസ്ഡ് സോ ഫാർ വൈൽ ഡെവലപ്പിംഗ് C++ പ്രോഗ്രാം. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രോഗ്രാമുകൾക്കിടയിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ ഫംഗ്ഷൻസ് എന്ന പേര് നിങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഫംഗ്ഷൻ, ഒരു ക്ലൂ ഞാൻ തരാം, മെയിൻ ഫംഗ്ഷൻ. ഇതുപോലെ വേറെയും ചില ഫംഗ്ഷൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി വെക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന, നമ്മൾ ഇതിനകം ഉപയോഗിച്ച് കഴിഞ്ഞ ഫംഗ്ഷൻസ്, അവയുടെ പേരുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ വർക്ക്. രണ്ടാമത്തെ വർക്ക്, ഞാനൊരു ഫിഗർ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഫിഗറിൽ സൂചിപ്പിച്ചിരിക്കുന്ന അനുസരിച്ച് ഒരു എക്സ്പ്രഷൻ എഴുതണം. നമ്മൾ നേരത്തെ ആഡിന് വേണ്ടി എഴുതി, റിവേഴ്സിന് വേണ്ടി എഴുതി, അതിനു മുമ്പ് മേക്ക് കോഫിക്ക് വേണ്ടി എഴുതി. ക്ലിയർ ആണോ? ഇനി ഫംഗ്ഷനെക്കുറിച്ച് വിശാലമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.